പറയുന്നത് ലക്ഷറി പ്രൈഡൊക്കെ ഇവിടെ പേഴ്സോണിഫൈഡ് ആയിട്ടാണ് കാണുന്നത്. മീൻസ് പ്രശസ്തരായിട്ടുള്ള ആളുകളുടെ അല്ലെങ്കിൽ പണക്കാരായിട്ടുള്ള ആളുകളുടെ ഒരു അവരുടെ ഷ്രൈനുകൾ അതിന് അതൊന്നുമല്ല ഇദ്ദേഹത്തിന് താല്പര്യം. അതിന് അങ്ങനെയല്ല. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും ചെയ്യാതെ, അങ്ങനത്തെ കാര്യങ്ങളിലൊന്നും പോയി പെടാതെ, അങ്ങനത്തെ ഗതികളിലൊന്നും പോയി പെടാത്ത രീതിയിൽ ഇവർക്ക് സാധ്യത ഇല്ലാത്തതുകൊണ്ട് ഇവരിങ്ങനെ അവർക്ക് അവരുടെ കഴിവുകളൊന്നും പ്രകടിപ്പിക്കാൻ കഴിയാത്തത് കൊണ്ട് അവരങ്ങനെയുള്ള അവസ്ഥകളിൽ നിന്നെല്ലാം രക്ഷപ്പെട്ടു എന്നാണ് നമ്മുടെ പോയിറ്റ് പറയുന്നത്. Now, far from the madding crowd's ignoble strife, their sober wishes never learned to stray along the cool, sequestered wheel of life. They kept the noiseless tenor of their way. എന്ത് സംഭവിച്ചു? Since the poor villagers who are buried in the churchyard live far away from the noise and strife of crowded cities, they never learn to stray away from more sober, serious wishes and desires. Because they live in a secluded area, they were able to live their lives peacefully. മറ്റുള്ള ആളുകളുടെ കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ട് അതല്ലെങ്കിൽ അത് വേണം ഇത് വേണം എന്നുള്ള ആഗ്രഹങ്ങൾക്കൊന്നും പോവാതെ അവരവരുടെ ലൈഫ് വളരെ സെക്ലൂഡഡ് ആയിട്ട് തന്നെ അവരുടെ ഗ്രാമത്തിൽ കുറച്ച് ആവശ്യങ്ങളേ ഉള്ളൂ, ആ ആവശ്യങ്ങൾ നല്ല നിലയിൽ നിറവേറ്റിക്കൊണ്ട് അവർ അങ്ങനെ ജീവിച്ച് മുന്നോട്ട് പോവുകയാണ് ചെയ്തത്. ആളുകളുടെ സിറ്റികൾ എന്നും ഒരേപോലെ തന്നെയാണ്. അവിടെ ആളുകൾ അവരുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള ഓട്ടത്തിലായിരിക്കും. ഇവിടെ വില്ലേജേഴ്സിന് അങ്ങനെയുള്ള തിരക്കൊന്നുമില്ല. അപ്പോൾ അവരുടെ സമാധാനപൂർണ്ണമായ ജീവിതം അവർ മുന്നോട്ട് കൊണ്ടുപോയി എന്നാണ് പറയുന്നത്. ഇതെല്ലാം അവർ പ്രശസ്തരാവാത്തത് കൊണ്ട് അവർക്ക് കിട്ടിയ ഗുണങ്ങളായിട്ടാണ് നമ്മുടെ പോയിറ്റ് ഇവിടെ പറയുന്നത്. Yet even these bonds from insult to protect, some frail memorial still erected high with uncouth rhymes and shapeless sculptured decked implores the passing tribute of a sigh. എന്നാലും ഇങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിലും അവരുടെ ഗ്രീവിൻ്റെ മുകളിലും എന്തൊക്കെയോ അവരുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ചെറിയ സിമ്പിളായിട്ടുള്ള മെമ്മോറിയൽസൊക്കെ എറക്റ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. Even though the poor's graves may be simple and not decorated, they still are remembered and receive the same amount of sorrow and sighs as others who have died. ഇങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിലും അവരുടെ ജീവിതം അവരുടെ മരണശേഷം അവരെ വേണ്ടപ്പെട്ട ആളുകൾ അവർ ഓർക്കുന്നുണ്ട്. ചെറിയ രീതിയിലാണെങ്കിലും ചെറുതായിട്ടൊക്കെ അവർക്കൊരു കല്ലറയൊക്കെ അവിടെ ഉണ്ട് എന്നാണ് പോയിട്ട് പറയുന്നത്. They name their years spelled by the unlettered muse, the place of fame and elegy supply, and many a holy text around she strews that teach the rustic moralist to die. അവിടെ എന്താണുള്ളത്? അവരുടെ പേരും പിന്നെ വർഷങ്ങൾ, അവർ ജനിച്ചതും മരിച്ചതുമായിട്ടുള്ള വർഷങ്ങൾ, ഡെത്ത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് സിമ്പിളായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ, ഇൻസ്ക്രിപ്ഷൻ മാത്രമേ ഉള്ളൂ അവരുടെ ടോം സ്റ്റോൺമേ ഉള്ളൂ എന്നാണ് പറയുന്നത്. The frail monuments are engraved only with the dead people's name and the years of their birth and death, and even this simple inscription was clearly made by someone who was largely illiterate or unlettered. The speaker uses irony when he says that inscription was made by a muse. These simple inscriptions take the place of fame and fancy elegies. She is the muse referred to in the previous line. The unlettered muse also adds some occasional Bible verse that inspires country folks to think about death so that they will be prepared when their time comes. അതായത് ഇവിടെ പറയുന്നത് ഇതൊരു അൺലെറ്റഡ് ആയിട്ടുള്ള മ്യൂസ് എന്നാണ് പറയുന്നത്. അവർക്ക് എഴുത്തും വായനയൊന്നും കാര്യമായിട്ട് അറിയില്ല. എന്നാലും അവരുടെ മുറി ലാംഗ്വേജിൽ അവർ എന്താണ് അവിടെ ചില കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഒന്ന് അവരുടെ പേരുകളാണ്, മരണപ്പെട്ടു പോയ പേരും പിന്നെ ജനിച്ച വർഷം മരിച്ച വർഷം, അതുപോലെ തന്നെ സിമ്പിളായിട്ട് ചെറിയ 1-2 വരികളൊക്കെ എഴുതിയിട്ടുണ്ട്, ചെറുതായിട്ട്. അതും ക്ലിയർ ആയിട്ടല്ല, കാരണം ലെറ്റേഴ്സും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ തെറ്റായിട്ടായിരിക്കും കണ്ടിട്ടുണ്ടാവുക. പോയിട്ട് ഇപ്പം തിരിച്ച് നമ്മുടെ ചർച്ച് യാർഡിലേക്ക് തന്നെ വന്നു. ഇപ്പോൾ ചർച്ച് യാർഡിൽ കാണുന്ന കുറച്ച് കാഴ്ചകളാണ് അദ്ദേഹം പറയുന്നത്. ആൻഡ് ദെൻ ഇവിടെ അത് മാത്രമല്ല, കുറച്ച് ഹോളി ടെക്സ്റ്റിലെ കുറച്ച് കാര്യങ്ങളും കൂടി ഇവിടെ അവർ എഴുതി ചെറുതായിട്ട് അവിടെ ഇൻസ്ക്രൈബ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ മരണസമയം എത്തുമ്പോൾ എല്ലാവർക്കും അതിനെക്കുറിച്ചൊരു പ്രിപ്പയർ ചെയ്തിരിക്കാനും അതുപോലെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനും വേണ്ടി ജസ്റ്റ് അതിൽ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ചിലപ്പോൾ മരണം എന്തായാലും ദൈവത്തിൽ നിന്ന് വന്നത് ദൈവത്തിലേക്ക് മടങ്ങുക തുടങ്ങിയ സിമ്പിളായിട്ടുള്ള കുറച്ച് ഇൻസ്ക്രിപ്ഷൻസ് ആയിരിക്കാം അവിടെ എഴുതി വെച്ചിട്ടുണ്ടാവുക. അതൊരു ഒരറിവ് പോലെ അവർക്ക് കിട്ടാൻ വേണ്ടി അവിടെ ജസ്റ്റായിട്ട് എഴുതി വെച്ചിരിക്കുകയാണ് എന്നാണ് പറയുന്നത്.
അദ്ദേഹം അവിടെ എഴുതി വെച്ച ആൾ ഇല്ലിറ്ററേറ്റ് ആണെങ്കിൽ പോലും സ്പീക്കർ വളരെ റെസ്പെക്റ്റ്ഫുള്ളി ആണ് അൺലെറ്റേഡ് മ്യൂസ് എന്നാണ് പറയുന്നത്. കവി എന്നുള്ള രീതിയിൽ തന്നെയാണത് എഴുതിയിട്ടുള്ളത്. ഓക്കെ. For who to dump for who to dump forgetfulness a prey, this pleasing anxious being ever resigned, left the warm precincts of the cheerful day, nor cast one longing, lingering look behind. അദ്ദേഹം പറയുന്നത് എത്ര ഒരു എത്ര ഒരു പാവപ്പെട്ട ആളാണെങ്കിലും എത്ര ആരും അറിയാത്ത ആളാണെങ്കിലും ആർക്കാണ് ആഗ്രഹമില്ലാത്തത് എന്തിന് നമ്മൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ഓർക്കണമെന്ന് ആർക്കാണ് ആഗ്രഹമില്ലാത്തത് എന്നാണ് പോയിട്ട് പറയുന്നത്. ദീസ് പുവർ പീപ്പിൾ ഡൈഡ് ഹാവിങ് ദ സെയിം റിഗ്രറ്റ്സ് ആൻഡ് ലോങ്ങിങ്സ് ആസ് everyone else. They also wish to live longer and enjoy the days that would come in the future. അവർക്ക് എന്താണ് കുറച്ചു കാലം കൂടി ഇവിടേക്ക് നിൽക്കാനും കുറച്ചു കാലം കൂടി ഇവിടേക്ക് ജീവിക്കണം. എല്ലാ മനുഷ്യരും അങ്ങനെയാണല്ലോ. ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം അധികം ഇവിടെ ജീവിക്കണം എന്ന് തന്നെയാണ് പാവപ്പെട്ടവനും പണക്കാരനും ഒക്കെ ആഗ്രഹിക്കുന്നത്. അപ്പം ആർക്കാണത് ആഗ്രഹം ഉണ്ടാവുക? അവർക്ക് ഈ ഒരു വാം പ്രീസിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈ ഭൂമിയിൽ കുറച്ച് കാലം കൂടി നല്ല സന്തോഷമായിട്ട് ജീവിക്കാനും ഒക്കെ കുറച്ച് സമയം നിൽക്കാനൊക്കെ ആർക്കാണ് ആഗ്രഹം ഉണ്ടാവാതിരിക്കുക എന്നാണ് നമ്മുടെ പോയിട്ട് പറയുന്നത്. ഇവിടെ ഫോർഗെറ്റ്ഫുൾനെസ്സിനെ പേഴ്സണിഫൈ ചെയ്തിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. We will see later. Now, on some fond breast the parting souls release. Some pious drops the closing eyes requires. Even from the tomb the voice of nature cries. Even in our ashes live their wounded fires. Even simple poor country folks like the villagers in the churchyard depend on their loved ones as they die. They need some pious, religious friend or neighbor to close their eyes for them as they die. It's only natural. After all, it's the voice of nature. That voice of nature calls out from the grave, and the villagers' accustomed passions live on in their ashes or their remains. അതായത് ഇവിടെ പറയുന്നത് ഏതൊരു വ്യക്തിയും മരണപ്പെടുന്ന സമയത്ത് ആരെങ്കിലും ഒരു കരുണയോട് കൂടി അവരുടെ കണ്ണ് അടക്കണം എന്ന് അവർ ആഗ്രഹിക്കുന്നു. കാരണം എന്താണ്? നേച്ചറിൻ്റെ വോയിസാണ് അല്ലേ? മരണപ്പെട്ട ആളുകളെ നല്ല രീതിയിൽ പരിചരിച്ചുകൊണ്ട് അവരുടെ ഗ്രേവിലേക്ക് എത്തിക്കുക എന്നുള്ളത് ജീവിച്ചിരിക്കുന്ന ആളുകളുടെ കടമയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ ഏതൊരാളുടെയും ഏതൊരു വ്യക്തിയുടെയും ആഗ്രഹം അതാണ്. പാർട്ടിങ് സോൾ എന്ന് പറഞ്ഞാൽ മരണപ്പെടുന്ന ആ വ്യക്തി, ആ ആളുടെ ആഗ്രഹം അതാണ് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ നേച്ചറിൻ്റെ കോള് നമുക്ക് എല്ലാത്തിലും നമ്മുടെ ലൈഫിലും നമുക്കതിൻ്റെ ആ ഒരു എഫക്റ്റ് കാണാൻ പറ്റും. ഈവൻ ഫ്രം ദ ടൂം ദ വോയിസ് ഓഫ് നേച്ചർ ക്രൈസ്. ഈവൻ ഇൻ അവർ ആഷസ് ലിവ് ദെയർ വോണ്ടഡ് ഫയേഴ്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ അവരുടേതായിട്ടുള്ള പാഷൻസും കാര്യങ്ങളൊക്കെ നമ്മുടെ ലൈഫിലും അത് നമുക്ക് കാണാൻ പറ്റും എന്നാണ് നമ്മുടെ പോയിന്റ് പറയുന്നത്. For thee who mindful of the unhonored death dosed in these lines their artless tale relate, chance by lonely contemplation led, some kindred spirit shall inquire thy fate. Now ഇവിടെ തൊട്ടിട്ട് ഫോർ ദീ പറഞ്ഞ ഫോർ യു എന്നാണ് പറയുന്നത് പോയറ്റ്. ഈ ഒരു 24th സ്റ്റാൻസ് തൊട്ടിട്ട് പോയറ്റിനെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. പോയറ്റിൻ്റെ മരണം, പോയറ്റിനെ പോലെ ഒരാളെ കാണുന്നത്, അങ്ങനെയൊക്കെയാണ് പോയറ്റ് ചിന്തിക്കുന്നത്. ഇതുവരെ പറഞ്ഞിരുന്നത് റസ്റ്റിക് ആയിട്ടുള്ള ആളുകളുടെ വില്ലേജേഴ്സിൻ്റെ കാര്യമായിരുന്നു. ഇപ്പോൾ പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു ഡെത്ത് എങ്ങനെയായിരിക്കും എന്നതിനെക്കുറിച്ചൊക്കെ അദ്ദേഹം മരണശേഷം എങ്ങനെയാണ് അദ്ദേഹത്തെ മറ്റുള്ളവർ ചർച്ച ചെയ്യുന്നത് എന്നുള്ളതിനെക്കുറിച്ചൊക്കെയുള്ളൊരു ഹീസ് contemplating about this. The speaker refers to himself in these lines. He has been paying tribute to the unhonored dead in his poetry. അപ്പം ഇദ്ദേഹം ഇവിടെ അൺഓണേർഡ് ആയിട്ടുള്ള ആളുകളെയാണ് ഇദ്ദേഹം കമമറേറ്റ് ചെയ്യുന്നത്. ഇദ്ദേഹം ചെയ്യുന്നത് ഈ എലിജിയിലൂടെ ആരും പുകഴ്ത്താത്ത, ഓർമ്മിക്കാത്ത ആളുകളെയാണ് ഇദ്ദേഹം ഈ ഒരു എലിജി റിട്ടൺ ഇൻ എ കൺട്രി ചർച്ച്യാർഡ് എന്ന് പറയുന്ന പോയത്തിലൂടെ ഇദ്ദേഹം കമമറേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹം പറയുന്നത് എന്താണ്? ഞാൻ ഇത് ചെയ്തു. അപ്പോൾ ദെൻ ദ സ്പീക്കർ wonders what would happen if some random kindred spirit
who happened to be thinking on similar things might ask about the speaker's fate. അപ്പോൾ പോയിട്ട് മരിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പോയിട്ട് ഇവിടുന്ന് അദ്ദേഹത്തിൻ്റെ ഗ്രേവിൽ എത്തിക്കഴിഞ്ഞാൽ എങ്ങനെ ആയിരിക്കും, ഞാൻ ചിന്തിച്ച പോലെ ചിന്തിക്കുമോ, എൻ്റെ അതേ മനസ്സിലൊരാൾ എന്നെക്കുറിച്ച് എന്തെങ്കിലും അന്വേഷിക്കുമോ എന്ന് നമ്മുടെ പോയിട്ട് സ്പീക്കർ ചിന്തിക്കുകയാണ് ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ വിധിയെക്കുറിച്ച് അദ്ദേഹം ചിന്തിക്കുകയാണ് ചെയ്യുന്നത്. Happily, some hoary-headed swain may say, often have we seen him at the peep of dawn, brushing with hasty steps the dews away, to meet the sun upon the upland lawn. ഹേസ്റ്റി സ്റ്റെപ്പുകളിലൂടെ വേഗം 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 നടന്നുകൊണ്ട് അദ്ദേഹം അതിരാവിലെ പോകുന്നത് കാണാമായിരുന്നു എന്ന് ഈ ഒരു വ്യക്തി, ഇപ്പം നമ്മുടെ ഈ ഒരു 24th സ്റ്റാൻസ് തൊട്ടിട്ട് പിന്നെ പറയുന്നത് പോയിട്ട് മരണപ്പെട്ടതിന് ശേഷം ഉണ്ടാകുന്ന ഒരു ഇമാജിനേറ്റീവ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. പോയിട്ട് പറയുന്നത് എൻ്റെ പോലെ ഉള്ള മനസ്സുള്ള ഒരാളെ കാണാണ് അവിടെ വന്നിട്ട് അദ്ദേഹം പറയുന്നത് എന്ത് പറ്റി, ഈ ഒരു വ്യക്തിക്ക് എന്ത് പറ്റി, സ്പീക്കറിനെ കുറിച്ച് പറയാന്നുള്ള പോലെ ഇമാജിനേറ്റ് ചെയ്യാണ്. അപ്പോൾ അതിന് മറുപടി പറയുന്നത് ആരാണ്? ഹോറി ഹെഡഡ് സ്വെയിൻ, ഒരു ഫാർമറാണ് അതിന് മറുപടി പറയുന്നത്. എന്താണ് പറയുന്നത്? ഓഫൻ വി സീൻ ഹിം അറ്റ് ദ പീപ്പ് ഓഫ് ഡോൺ, ഏർലി മോർണിംഗ് ഞങ്ങൾ അദ്ദേഹത്തിനെ കാണാറുണ്ടായിരുന്നു. അദ്ദേഹം രാവിലെ തന്നെ ഈ ഒരു കുന്നിൻ്റെ ചെരുവിലേക്ക് ഈ മെഡയിലൂടെ പോകുന്നത് നമ്മൾ കാണുന്നുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. പ്രോബബ്ലി സം ഗ്രേ ഹെയർഡ് ഫാമർ വുഡ് സേ ദാറ്റ് ദേ ഹാഡ് ഓഫൻ സീൻ ദ സ്പീക്കർ ഹറിങ് ത്രൂ ദ ഡ്യൂ കവേർഡ്, ഏർലി മോർണിംഗ് ആണ്, അപ്പോൾ പുല്ലൊക്കെ നനഞ്ഞിരിക്കുകയാണ്. ഗ്രാസ് ടു വാച്ച് ദ സൺ കം അപ്പ് ഓൺ ദ മെഡോ, രാവിലെ സൂര്യൻ ഉദിക്കുന്നത് കാണാൻ അദ്ദേഹം ഇതുവഴി സ്പീഡിൽ പോകുന്നത് ഞങ്ങൾ കാണാറുണ്ടായിരുന്നു എന്ന് പറയണം. There at the foot of yonder nodding beech that reads its old fantastic roots so high, his listless length at noontide would he stretch and pour upon the brook that babbles by. Now, ഈ ഒരു ഫാർമറിൻ്റെ ഒരു ആൻസർ കണ്ടിന്യൂ ചെയ്യാണ് നെക്സ്റ്റ് സ്റ്റാൻസയിൽ. അത് അദ്ദേഹം പറയുന്നത്, ഹി ഇമാജിൻസ് ദ ഓൾഡ് ഗായ് സെയിങ് ദറ്റ് അറ്റ് നോൺ ദ സ്പീക്കർ യൂസ് ടു സ്ട്രെച്ച് ഔട്ട് അറ്റ് ദ ഫുട്ട് ഓഫ് ദ ഓൾഡ് ബീച്ച് ട്രീ. ഉച്ചയ്ക്ക് ശേഷം അദ്ദേഹം ഇങ്ങനെ ശരീരം ഒക്കെ നീണ്ടു നിവർന്ന് കിടക്കുന്നത് കാണാം. എവിടെയാണ് കിടക്കുന്നത്? യോണ്ടർ ട്രീയുടെ താഴെയാണ് കിടക്കുന്നത്. ഒരുപാട് റൂട്ട്സൊക്കെ ഉള്ള നമ്മുടെ ഈ ഒരു പീപ്പൽ പോലെയൊക്കെ നമ്മൾ ആൽമരമൊക്കെ ഉണ്ടാവില്ല, അതുപോലെ ഇങ്ങനെ വളഞ്ഞു തിരിഞ്ഞ് പഴയ ഒരു ട്രീയുടെ താഴെ കിടക്കുന്നത് കാണാം. The one that had fantastically weird roots and that he would stare at the babbling brook. അവിടെ കിടന്നിട്ട് എന്താണ് ചെയ്യുന്നത്? അവിടെയുള്ള ആ ചെറിയൊരു ബ്രൂക്കിലേക്ക്, ആ ഒരു ചെറിയൊരു സ്ട്രീമിലേക്ക് നോക്കിക്കൊണ്ട്, ബഹളം ഉണ്ടാക്കുന്ന സ്ട്രീമിലേക്ക് നോക്കിക്കൊണ്ട് ഇങ്ങനെ അവിടെ ഇങ്ങനെ കിടക്കുന്നത് ഞങ്ങൾ കാണാറുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. പിന്നെയോ, ഹാർഡ് ബൈ യോൺ would, now smiling as in scorn, muttering his wayward fancies he would rove, now drooping, woeful man, like one forlorn, or crazed with care, or crossed in hopeless love. അദ്ദേഹം പറയുന്നത് ചില സമയങ്ങളിൽ എങ്ങനെയാണ്, ഹി ഇമാജിൻസ് ദ ഓൾഡ് മാൻ സെയിങ് ദാറ്റ് ദ സ്പീക്കർ യൂസ് ടു വാണ്ടർ ഇൻ ദ നിയർ ബൈ ഫോറസ്റ്റ്. Sometimes the speaker would smile almost scornfully while speaking to himself, and sometimes he would look all depressed and pale with sorrow, like he was anxious or else hopelessly in love with someone who didn't love him back. ചില സമയങ്ങളിൽ ഞങ്ങൾ കാണാറുണ്ടായിരുന്നു ഇദ്ദേഹം നീണ്ടു കടന്ന് പിന്നെ അദ്ദേഹം ആ കാട്ടിലൂടെയൊക്കെ ഇങ്ങനെ നടക്കുന്നത് ഞങ്ങൾ കാണാറുണ്ടായിരുന്നു. ചില സമയത്ത് അദ്ദേഹത്തിൻ്റെ മുഖത്തെ ഭാവം എങ്ങനെയാണ്, വളരെ ഹാപ്പി ആയിരിക്കും. ചില സമയത്ത് അവിടെ സ്കോൺഫുള്ളി എന്തിനൊക്കെ പുച്ഛമുള്ള പോലെയുള്ള ഭാവങ്ങളുണ്ടാവും. ചില സമയത്ത് അദ്ദേഹം സ്വന്തമായി സംസാരിക്കുന്നത് കാണാം. ചില സമയത്ത് ഭയങ്കര ഡിപ്രസ്ഡ് ആണ്. ചില സമയങ്ങളിൽ അദ്ദേഹം വളരെ ടെൻസ്ഡ് ആണ്, ആൻഷ്യസ് ആണ്. അപ്പോൾ എങ്ങനെ ചിലപ്പോൾ ഒരു ഹോപ്പ്ലെസ് ലവ്, ഒരു അഫെയർ ഉണ്ടായി അതിൽ തകർന്നു പോയി ബ്രേക്കപ്പ് ആയ ആളെ പോലെയുള്ള ഭാവത്തിലാണ് ഇവിടെ പലപ്പോഴും കാണാറുള്ളത് എന്ന് നമ്മുടെ ഇവിടെ ഫാർമറാണ് ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആരോടാ പറയുന്നത്? സെയിം ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡുള്ള, കിൻറ്റേർഡ് ആയിട്ടുള്ള ഹാർട്ടുള്ള ഒരു വ്യക്തി, പോയിറ്റിൻ്റെ പോലുള്ള ഒരു വ്യക്തി അന്വേഷിക്കണം എന്ത് പറ്റി അയാൾക്ക്, ഇതിനെ നടന്നു പോയിരുന്ന ആൾക്ക് എന്ത് പറ്റി ചോദിക്കുമ്പോൾ ഫാർമർ തിരിച്ച് പറയുന്ന മറുപടികളാണ് ഇതൊക്കെ. ഓക്കെ, വൺ മോർണിംഗ് ഐ മിസ്ഡ് ഹിം ഓൺ ദ കസ്റ്റംഡ് ഹിൽ. ദിവസം വരുന്ന ആ ഹില്ലിൽ എനിക്ക് അദ്ദേഹത്തെ മിസ്സായി. അലോങ് ദ ഹാത്ത് ആൻഡ് നിയർ ഹിസ് ഫേവറേറ്റ് ട്രീ, അലോങ് ദ ഹീത്ത് ആൻഡ് നിയർ ഹിസ് ഫേവറേറ്റ് ട്രീ. അതായത് അദ്ദേഹത്തിൻ്റെ അടുത്തുള്ള ലാൻഡുകളിൽ, അതായത് ഹീത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ
കൾട്ടിവേഷനൊന്നും ഇല്ലാതെ വെറുതെ ചതുപ്പ് നെല്ലായിട്ട് കിടക്കുന്ന സ്ഥലങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ഫേവറേറ്റ് ആയിട്ട് അവിടെ നിന്ന് കാണൽ മാറി. സാധാരണ വരാറുണ്ടായിരുന്നു, ഇപ്പോൾ കാണാനില്ല. Another came not yet beside the rill, nor up the lawn, nor at the wood was he. അദ്ദേഹത്തെ കുറേ ദിവസങ്ങൾ ഞങ്ങളിങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു, പിന്നെ എന്ത് പറ്റി എന്നല്ല, പെട്ടെന്നൊരു ദിവസം കാണൽ മാറി. He missed seeing the speaker one morning in the usual place on a local hillside along the fields by the speaker's favorite tree. The villager goes on to say that another day passed, and yet he still didn't see the speaker by the rill or on the grass or by the woods. ചെറിയ തടാകത്തിൻ്റെ അടുത്തൊക്കെ ആളെ കാണുമായിരുന്നു, ഇപ്പം കാണാനില്ല. നമ്മൾ സാധാരണഗതിയിൽ കാണുന്നതായിരുന്നു, ഇപ്പം കാണുന്നില്ല. എന്താണ് എന്നറിയുന്നില്ല എന്ന് പറഞ്ഞു. പിന്നെ എന്താണ് ഉണ്ടായത്? The next with dirges due in sad array, slow through the churchway path we saw him borne. Approach and read the lay, for thou canst read the lay graved on the stone beneath yon edgestone. എന്താണ് ഈ ഒരു ഫാർമർ പറയുന്നത്? ആൻഡ് ഓൺ ദ തേർഡ് ഡേ ആഫ്റ്റർ ദ സ്പീക്കർ ഡിഡ്ന്റ് ഷോ അപ്പ്, ദ ഓൾഡ് വില്ലേജസ് സേസ് ദാറ്റ് ദ ഡർജസ് വർ പ്ലേഡ്. ഡർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാഡ് സോങ്, മരണ ഈ നമ്മൾ വിലാപയാത്രയിലൊക്കെ ഉണ്ടാകുന്ന അങ്ങനത്തെ ഒരു സോങ്ങിന് പറഞ്ഞ ഒരു പേരാണത്. അപ്പോൾ ഇങ്ങനെ കൊണ്ടുപോകുന്നത്, അദ്ദേഹത്തിനെ ഇങ്ങനെ ചേർച്ചിലേക്ക് കൊണ്ടുപോകുന്നത് കണ്ട് ഫ്യൂണറൽ പ്രൊസഷനായിട്ട് അദ്ദേഹം മരണപ്പെട്ടിട്ടുണ്ട് എന്നാണ് അപ്പോൾ വില്ലേജർ പറയുന്നത്. ദ വില്ലേജർ ഇൻവൈറ്റ്സ് എ റാൻഡം പാസർ ബൈ ഹു ആസ്ക്ഡ് to read the epitaph that is engraved on the speaker's tombstone underneath the twisted old thumb bush. അതായത് നിങ്ങൾ പോയിട്ട് അവിടെ അദ്ദേഹത്തിൻ്റെ ഇവിടെ ഉണ്ട്, ഇദ്ദേഹത്തിൻ്റെ ഗ്രേവ് ഉണ്ട്. ആ ഗ്രേവ് യാർഡിൽ അവിടെ നിങ്ങൾ അദ്ദേഹത്തിൻ്റെ എപ്പിറ്റാഫ് എഴുതി വെച്ചിട്ടുണ്ട്, അതൊന്ന് പോയി നോക്കി നോക്കൂ, അതൊന്ന് പോയി വായിച്ചു നോക്കൂ, ഇതൊന്ന് വായിച്ച് നോക്കൂ എന്ന് ആരാണ് പറയുന്നത്? ഫാർമർ പറയാണ് പാസർ ബൈയോട്. റാൻഡമായിട്ട് അദ്ദേഹം ചോദിച്ചു ഇയാൾക്ക് എന്ത് പറ്റിയെന്ന്. ഇപ്പോൾ പോയിട്ടിന് ഇവിടെ ഉണ്ടായിരുന്ന ഒരാളുണ്ടായിരുന്നല്ലോ എന്ന് പറഞ്ഞിരുന്ന ആൾക്ക് കുറിച്ച് പറയാം. ഓക്കെ.